ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയും? കേന്ദ്ര സർക്കാർ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു. NTA അഴിച്ചുപണി ഉണ്ടായിട്ടുണ്ട്. NTA ഘടനാപരമായ NTA മാറ്റങ്ങൾ വേണമെന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. CBI അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ലീക്ക് എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് പ്രതികളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കെമിസ്ട്രി അധ്യാപകൻ NTA ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതിന്റെ ചുമതലയുള്ള ഒരു കെമിസ്ട്രി അധ്യാപകൻ, ഒരു കുൽക്കർണി, അദ്ദേഹമാണ് ഇത് ചോദ്യം എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ അന്തിമ റിപ്പോർട്ട് വരാനിരിക്കുന്നുണ്ട് CBI-യുടേത്. ഈ ഇന്ത്യയിൽ ചോദ്യ പേപ്പർ ചോർച്ച ചെയ്യുന്നത് ഒരു പുതിയ കാര്യമാണ് സുജാത. എന്റെ മുന്നിലുള്ള കാര്യം രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യ പേപ്പർ 2013 ചോർന്നു. കോൺഗ്രസ് UPA കാലത്താണ്. കർണാടകയിലെ ബോർഡ് എക്സാമിന്റെ ചോദ്യ പേപ്പർ 15 ചോർന്നു. കോൺഗ്രസ് ആണ്. ഹരിയാനയിലെ ബോർഡിന്റെ ചോദ്യ പേപ്പർ ചോർന്നു. കോൺഗ്രസിന്റെ കാലത്ത്. CBSE 2014 UPA സർക്കാരിന്റെ കാലത്ത് ചോർന്നു. എയിംസ് 2012 ചോർന്നു. കേരളത്തിൽ SSLC പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നു. ആര് ഭരിക്കുമ്പോഴാണ്? UDF ഭരിക്കുമ്പോൾ. അത് CBI ആണ് അന്വേഷിച്ചത്. കുറ്റപത്രം നമ്മുടെ മുന്നിലുണ്ട്. പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥരും സ്വകാര്യ ബസ്സുകളും തമ്മിലുള്ള അൺഹോളി നെക്സസിനെ പറ്റിയാണ് അന്ന് CBI കൊടുത്ത അന്തിമ കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതികളുണ്ടല്ലോ, ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രതികളെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദ്യ പേപ്പർ ചോർച്ച ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഈ ചോദ്യ പേപ്പർ ചോർത്തുന്നതും അത് വിൽക്കുന്നതും ഒക്കെ വലിയ ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. ആ നെറ്റ്വർക്കിനെ പൊളിക്കാൻ ഇന്ത്യയിൽ പബ്ലിക് എക്സാം പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 കൊണ്ടുവന്നിട്ടുണ്ട് ഈ സർക്കാർ. 10 വർഷത്തെ ജീവപര്യന്തം. BJP കേന്ദ്ര ഗവൺമെന്റ് വേഴ്സസ് CJP ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുള്ള കാര്യം. ഇത് ഇപ്പോ ഈ ഒരു നിമിഷം വരെയുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്താണോ അവർ ഉദ്ദേശിച്ചിരുന്ന പ്ലാൻ, ആ പ്ലാൻ അതേപടി നടത്തി കൊടുക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷവും CJPയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ സമരം കൊണ്ട് ഇനി അങ്ങോട്ട്, അതായത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയും BJPയും ആയിരിക്കും എന്നുള്ളത് ഞാൻ അടിവരായിട്ട് പറയാം. അതായത് വരുന്ന 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുന്ന കണക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതായത് അവർക്ക് നിലവിലുള്ള സീറ്റുകൾ NDA BJPക്കുള്ള സീറ്റുകളല്ല, 350 സീറ്റുകളെങ്കിലും അവർ നേടിയെടുക്കുന്ന തരത്തിലോട്ട് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണങ്ങൾ പലതാണ്. അതായത് ഈ സമരം, CJPയുടെ ഈ സമരത്തിൽ ആദ്യം, അതായത് ഇതിന്റെ തുടക്കം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമരം ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായി പൊക്കോണ്ടിരിക്കുന്ന ഒരു സമരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പക്ഷേ ഈ സമരത്തിൽ നേട്ടമുണ്ടായി. ആ നേട്ടം ഉണ്ടാക്കിയത്, അതിന്റെ റിസൾട്ട് എത്രത്തോളമാണ് എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലാണ് അറിയാൻ പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ നേട്ടമാകുന്നത് ഈ പറയുന്നത് പ്രതിപക്ഷത്തിനല്ല, അത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനും, അത് ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന BJPക്കും നരേന്ദ്രമോദിക്കും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം CJP എന്ന് പറയുന്ന ഈ ഒരു കോക്രോച്ച്, അതിന്റെ തലവനായിരിക്കുന്ന അഭിജിത്ത്, ഈ വ്യക്തി അങ്ങ് ഫോറിനിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ഈ പറയുന്ന രീതിയിൽ അത് ഇത് മറ്റത് മറിച്ചത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് തുടങ്ങി. പിന്നെ ഈ പുള്ളിക്കാരൻ ആ ഒരു തരത്തിൽ അങ്ങ് ഫോറിനിൽ നിന്ന് നാട് കടത്തി ഇന്ത്യയിലോട്ട് എത്തിച്ചപ്പോഴത്തേക്കും ഇവിടെ വന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഈ പറയുന്ന തോതിൽ അത് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ മൈൻഡ് ചെയ്തില്ല. അതിനും കാരണങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന വ്യക്തി ആദ്യം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള മട്ടിൽ നിന്നിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ഈ കാര്യങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുണ്ട്. കാരണം ഇതൊരു വിദ്യാർത്ഥി സമരമല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതൊരു പക്ക രാഷ്ട്രീയ, പക്ക അജണ്ടകൾ നിറഞ്ഞ, പക്ക ആ ഒരു തരത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സമരമായിട്ട് മാറി, അല്ലെങ്കിൽ മാറ്റി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥികളുടെ ആ ഒരു ഇത് കംപ്ലീറ്റ്ലി മാറി. ഇതൊരു പക്ക അജണ്ട, ഇതൊരു പക്ക രാഷ്ട്രീയ സമരമായി മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഒരു സംഭവം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ സമരം ആ ഒരു തരത്തിൽ മുന്നോട്ട് വന്നിട്ട് അവസാനം ഇതിൽ എങ്ങനെയാണ് ഇത്രത്തോളം പ്രതിപക്ഷ പാർട്ടികൾ അണിനിരക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതിലൂടെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള സംഭവവികാസങ്ങളും പൊളിഞ്ഞ് പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന സമരത്തിനൊരു ഇതുണ്ടായിരുന്നു. അത് എപ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധി ഈ സമരത്തിൽ എപ്പോൾ കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് ജനങ്ങൾക്കിടയിൽ ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി എവിടെ കാലെടുത്ത് വെച്ചാലും അത് ഈ പറയുന്ന പ്രതിപക്ഷത്തിനല്ല നേട്ടമാകുന്നത്, അത് BJPക്കാണ് നേട്ടമായി മാറുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ CJPക്ക് പിന്നിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ CJPയുടെ പിന്നിൽ നിന്ന് കളിക്കുന്നവരാരാണ്, ഇതിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് അങ്ങ് ഇതാവത്തില്ലല്ലോ. അപ്പൊ അതിനെ ഒന്ന് പുഷ് ചെയ്യാനും അതിനെ അങ്ങ് മുൻപന്തിയിൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ അത് വെച്ച് കളിക്കാനും അത് വെച്ച് പിന്നിൽ നിന്ന് കളിക്കാനും ആളുകൾ ഉണ്ടാവുമല്ലോ. പലതരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം തന്നെ CJPയിലെ പലരെയും പൊക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാനായിട്ടിരിക്കുന്നത്. തെളിവുകളോടുകൂടി തന്നെ പല റിപ്പോർട്ടുകളും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തി പല രീതിയിൽ പലർക്കുമെതിരെ, ഈ പറയുന്ന CJPയിൽ ഉൾപ്പെട്ട പലർക്കുമെതിരെ തെളിവുകൾ ലഭിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ വലിയ തോതിൽ ഇത് പിന്നിൽ എന്താണ്, ഇതിൽ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ പല ഉറവിടങ്ങളും ഇപ്പോൾ പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുക. ഇതിൽ ഈ പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടെ ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെയും
ഈ CJP ഈ സമരം ദുർബലമായി പോകുമെന്ന് കണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സമരം ഈ ഒരു അഭിജിത്ത് അവിടെ ചെന്നിരുന്ന് സമരം നടത്തിയിട്ട് നേരാമണ്ണം ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയില്ല. പിന്നെ ഈ പറയുന്ന നിരാഹാര സമരമാക്കി മാറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആളെ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് അവിടെ സമരം നടത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവസാനം ആ പുള്ളിക്കാരൻ തളർന്ന് ക്ഷീണിച്ച് ആകപ്പാട എല്ലാ രീതിയിലും പെട്ടുപോകുന്ന അവസ്ഥയിലായപ്പോഴത്തേക്കും ഒക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഉത്തരവ് വന്നു. അതായത് ഈ പറയുന്ന രീതി എന്നെ ഇനി വിളിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതായി പോകും, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള തരത്തിൽ അവർ തന്നെ ആ ഒരു തരത്തിൽ അപേക്ഷയുമായിട്ട് നിന്നു. കോടതി ഉത്തരവ് പ്രകാരം ഈ പറയുന്ന പട്ടിണി കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഉത്തരവും വന്നു. അപ്പോൾ ഈ പറയുന്ന അഭിജിത്തിന് സത്യം പറഞ്ഞാൽ പട്ടിണി കിടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം പുള്ളിക്കാരന് വിശപ്പിന്റെ അസുഖമുള്ളതാണ്, പിന്നെ തലകറക്കം വരും, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തക്കത്തിൽ, അതായത് സമരം ദുർബലപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഈ ഒരു തക്കത്തിൽ ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെയും ഇതിലങ്ങ് എരപ്പിച്ച് കയറാൻ തുടങ്ങി. അതായത് എങ്ങനെ കിട്ടിയ അവസരം അവർക്ക് മുതലാക്കണമല്ലോ. അപ്പോൾ ആ ഒരു തരത്തിൽ അവരെല്ലാവരും കൂടെ കയറിയിട്ട് ഈ സമരത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് അങ്ങ് മെഴുകാന്ന് തീരുമാനിച്ചു. ആ മെഴുകളിലാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവരാരാണ് എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് ഇത് ആദ്യമേ ഈ പറഞ്ഞ രീതിയിൽ അത് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ അത് സംശയമില്ല. പക്ഷെ അവരങ്ങനെ ചെയ്യാതിരുന്നതിൽ പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു സമരം അതിപ്പോ ഈ പറയുന്ന ആൾക്കാർക്കിടയിൽ ഒരു രാഷ്ട്രീയ സമരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് BJPക്ക് വേണ്ടിയിരുന്ന കാര്യമൊന്നുമല്ല. കാരണം ഇതിൽ പിന്നിൽ നിന്ന് കളിക്കുന്നവർ മുൻപന്തിയിലേക്ക് എത്തണം. ആദ്യമേ തുടച്ചു നീക്കിയിരുന്നെങ്കിൽ ഈ ഒരു സംഭവ വികാസങ്ങൾ ആവത്തില്ല. അത് വേറൊരു തരത്തിൽ കേന്ദ്രത്തിനെതിരെ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. പക്ഷേ ഇതിൽ അവർ കറക്റ്റായിട്ട് മൗനം പാലിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇവരെ പിടുത്തുന്ന തരത്തിൽ, അതായത് ലോക്ക് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും മാളത്തിൽ ഇരുന്നവരെല്ലാം തന്നെയും പുറത്ത് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ BJP വച്ച തുറുപ്പിച്ചിട്ട് ബലം കണ്ടതെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് പ്രതിപക്ഷമാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. കാരണം ഈ ഒരു സമരം ദിനം പ്രതി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ ഇടയിൽ ഈ ഒരു സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടയിൽ പലരും നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ പലരും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താവളം, ഒരു ഒളിത്താവളമാക്കി മാറ്റുന്ന തരത്തിൽ ഈ ഒരു CJP പാർട്ടിയും ഈ ഒരു തരത്തിൽ പ്രതിപക്ഷ നീക്കവും ഇപ്പോൾ ആയി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ കണ്ടതാണ് അവിടെ നടന്ന ആ ഒരു സമരത്തിൽ തന്നെ എന്തൊക്കെ അഴിഞ്ഞാട്ടമാണ് ഈ പറയുന്ന CJPയിൽ പെട്ട ആൾക്കാർ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തികളും എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടുത്തെ കേരളത്തിലെ മാപ്രകൾ കാണിക്കുന്നവർക്കുള്ള വാർത്തകളൊന്നും അല്ല. ദേശീയ മാധ്യമങ്ങൾ നല്ല വെടുപ്പായിട്ട് നല്ല പച്ചയ്ക്ക് ഈ പറയുന്ന CJP കാണിച്ചു കൂട്ടിയ എല്ലാ പോക്കൃത്തരങ്ങളും നല്ല വെടുപ്പിന് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ദേശീയ ചാനലുകളിലും നല്ല കൃത്യവും വ്യക്തവുമായിട്ട് അത് കിട്ടേണ്ടവർക്കിടയിലും അതോടൊപ്പം തന്നെ അത് കാണേണ്ടവർക്കിടയിലും നല്ല വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ CJP എന്ന് പറയുന്ന പാർട്ടിയിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് പല വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന CJP എന്ന് പറയുന്ന പാർട്ടി, ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ഈ CJP എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് നിന്നുള്ളതല്ല, അവർ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ സഖ്യം, ഈ പറയുന്ന കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും ഉൾപ്പെട്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവർ നാളെ ഒരു സമയം ഈ പറയുന്ന രീതിയിൽ CJP എന്നോ അല്ലെങ്കിൽ മറ്റൊരു പേരിട്ടുണ്ടോ ഒരു പാർട്ടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി വരുന്ന ഇലക്ഷനിൽ അവർ പങ്കെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ട്വിസ്റ്റുകളും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകാൻ പോകുന്നത് BJPക്കാണെന്ന കാര്യത്തിൽ അത് സംശയമില്ല. കാരണം CJP പോലൊരു സംഭവം ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന രീതിയിൽ ഉറപ്പായിട്ട് നമ്മൾ ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു രീതിയിൽ അവർ നിൽക്കത്തുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാഹുൽ ഗാന്ധിയാണ് ആൾ. ഈ രാഹുൽ ഗാന്ധി എന്താ പറയുക, ഇവർക്ക് ഉള്ള സീറ്റത്രയും കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. ഉള്ള സീറ്റത്രയും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവർ തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ഇവർ രണ്ട് തട്ടിലായിട്ട് മത്സരിക്കുന്ന, അതായത് ഇവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും അത് BJPക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ. ഇനി ഇവർ ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും അത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ ഈ പറയുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന CJPയുടെ തനിക്കോണം എന്താണെന്ന് തിരിച്ചറിയുന്ന ജനങ്ങളെല്ലാം തന്നെയും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി ഇവർ ഒറ്റയ്ക്ക് നിന്ന് BJP ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഈ വോട്ടത്രയും കൂടെ സ്പ്ലിറ്റ് ആയി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. എങ്ങനെ നോക്കിയാലും നരേന്ദ്രമോദിക്ക് 2029, അതായത് ഇനി വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനിൽ എന്തുകൊണ്ടും ബമ്പർ ലോട്ടറിക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ യഥാർത്ഥ റിസൾട്ട് ഇനി വരും ദിവസത്തിലാണ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഈ സമരം, അതോടൊപ്പം തന്നെ ഈ സമരത്തിന്റെ ഉറവിടങ്ങൾ, ഈ സമരത്തിന്റെ പിന്നിലുള്ള പല കാര്യങ്ങളും ഒക്കെ തന്നെ ഇനി വരും ദിവസത്തിലാണ് പൊളിഞ്ഞ് പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ തന്നെയും ഇത് ഉണ്ടാക്കി വെച്ച അഭിജിത്തിന് പോലും പല തരത്തിലുള്ള തൊന്തരവ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം
ഈ കോൺഗ്രസിന്റെ പിന്തുണയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും ഒക്കെ തന്നെയും തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ CJP കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ മോദി പ്രതീക്ഷിച്ചത്, എന്താണോ BJP ആഗ്രഹിച്ചത്, അതേ തരത്തിലോട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നീക്കവും രാഹുൽ ഗാന്ധിയുടെ നീക്കവും CJPയുടെ ഒരു പോക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വരുന്ന 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും നരേന്ദ്രമോദി വിജയിക്കാനായി പോകുന്നത് എന്നുള്ളത് അടിവരയിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.